പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യം. ക്രിസ്തുവിൽ എത്രയും അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആലയമായി നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിൽ പണിയപ്പെടുകയാണെന്ന് തിരുവചനം പറയുന്നു. നാം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് നാം ഓരോരുത്തരെന്നും തിരിച്ചറിയുവാനും ആ വാസസ്ഥലമായ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യണമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. എങ്കിൽ നമ്മുടെ ശരീരത്തിൽ ദൈവം വസിക്കുന്നതിന് വേണ്ട തരത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കണം. നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി ഇവയെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാകുമ്പോഴാണ് ദൈവം നമ്മിൽ വാസമുറപ്പിക്കുക. തന്നെ സ്നേഹിക്കുന്നവനിൽ അവിടുന്ന് വാസമുറപ്പിക്കുന്നുവെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തന്നെ ഭക്ഷിക്കുന്നവൻ ഇതാ ദൈവത്തെയാണ് ഉൾക്കൊള്ളുക എന്ന തിരിച്ചറിവാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുക. ആ വിശുദ്ധ കുർബാനയായി കർത്താവ് നമ്മുടെ ഈ ശരീരത്തിൽ കടന്നു വന്ന് നമ്മിൽ വസിച്ചുകൊണ്ട് നാമായി തീരുകയാണ്. എങ്കിൽ ഓരോ പ്രഭാതത്തിലും നാം പങ്കെടുക്കുന്ന ഓരോ ദിവ്യബലിയിലൂടെയും ദിവ്യനാഥൻ നമ്മിൽ കടന്നു വന്ന് നാമായി തീരുകയാണ്. അവൻ്റെ വാസസ്ഥലമായ നമ്മുടെ ശരീരത്തിൽ അവൻ വസിക്കുന്നുണ്ട്. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാന് ഇഷ്ടമുള്ള ഒരു ജീവിതമായി നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ നാം തയ്യാറാകണം. ദൈവഹിതപ്രകാരം ജീവിക്കുവാനും ദൈവ ഇഷ്ടപ്രകാരം വഴി നടത്തപ്പെടുവാനും നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമായി കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആലയമായി നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തെ വിട്ടുകൊടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ ആ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദൈവത്തിന് എന്നിൽ വസിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ ആ ദൈവത്തിന് വസിക്കുവാനുള്ള ആലയമായി നമ്മുടെ ശരീരങ്ങളെ വിട്ടുകൊടുക്കണം. യേശുവിന് മുമ്പേ വഴിയൊരുക്കുവാനായി കടന്നു വന്ന സ്നാപയോഹന്നാൻ വഴിയൊരുക്കി കാത്തിരിക്കുവാൻ ഓർമ്മപ്പെടുത്തിയത് നമുക്കും ഒരു പ്രചോദനമാകട്ടെ. നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ഓ കാരുണ്യവാനായ തമ്പുരാനെ, അങ്ങയുടെ വാസസ്ഥലമായ ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയിലും വിശ്വാസത്തിലും കാത്തുപരിപാലിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ.